ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ അതേ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതേ ഞങ്ങൾ പൂളിൽ പോവുകയാണ്. ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് തന്നെ ഉള്ള പൂളിൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ വിൻ്ററും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൂള് ക്ലോസ് ചെയ്തേക്കായിരുന്നു. ഇപ്പോൾ വിൻ്ററൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അപ്പോൾ അത് വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ കാലാവസ്ഥ നല്ല ചൂടാണ്, അതിൻ്റെ ഇടയിൽ മഴയുണ്ട്, ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊന്നുമില്ല. മഴയില്ലാന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, ചെറിയൊരു മങ്ങൽ പോലെ ഉണ്ട് മൊത്തത്തിൽ. മഴ വരാനും വരാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പൂളിൻ്റെ അവിടെ പോകാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം അവിടുത്തെ കാഴ്ചകൾ. കണ്ടവരുണ്ടാവും, കാണാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പോകാട്ടോ അങ്ങോട്ട്. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. വൈകിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. രാവിലെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ച്. അവിടെ തിരക്കാണോ എങ്ങനെയെന്നൊന്നും അറിയില്ല, പോയി നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ വേറെ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. ക്യാഷ് കൊടുക്കണ്ട, ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ പേരൻസ് ഉണ്ടെങ്കിലാണ് കുട്ടികളെയൊക്കെ അങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ, അല്ലാതെ കുട്ടികളെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കടത്തി വിടൂല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോകാം. അവരൊക്കെ റെഡി ആയിട്ട് വരുന്നുള്ളൂ. ഞാനപ്പോൾ ഇൻട്രോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇറങ്ങിയതാണ്. ഞാൻ പൂളിൽ ഇറങ്ങണില്ല കേട്ടോ, പിള്ളേർ മാത്രമേ ഇറങ്ങണുള്ളൂ. എനിക്ക് ഇറങ്ങാൻ വലിയ മൂടൊന്നുമില്ല. ഒന്നാമത്തേൽ എന്തൊരു വെയിലാണ്. വെയിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല വെയിൽ വരും, ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് മങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇറങ്ങണില്ല എന്ന് വിചാരിച്ച്. പിന്നെ പാത്തു ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ട്. നീന്തൽ ക്ലാസ്സിനൊക്കെ പോയിട്ടേ ഞാൻ അതിൻ്റെ വീഡിയോയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഇറങ്ങണില്ല. പാത്തുവിൻ്റെ നീന്തലൊന്ന് ഞാൻ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കണ്ട. മഴ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്, ചെറിയൊരു മങ്ങലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിലും വരുന്നുണ്ട്, മാറി മാറിയ തന്നെ. എല്ലാവരുടെ ബാൽക്കണിയിലും ഉണ്ടല്ലോ ചെടി പൂക്കളും. വെതറിൽ മഴ പെയ്യുമെന്നാണ് കേട്ടോ കാണിക്കണ റാസെ, മഴ പെയ്യുമെന്ന്. അത് ശരി, വെതറിൽ മഴയില്ല, അപ്പം ഹാപ്പി ആയി. ഈ കാണുന്ന കോമ്പൗണ്ടിൽ ഇതിൻ്റെ ഉള്ളിലാണ് പൂള് വരുന്നത്. ഉണ്ടോ, ആകെ പച്ചപ്പായി. ഇവിടെയൊക്കെ ചെടികളും പൂക്കളും. ഈ ചെടിയിലൊക്കെ പൂക്കളായി ഉണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. നിറച്ചുണ്ട് പൂക്കൾ. ഇത് വാഷ് ചെയ്യണ ഏരിയ ആണ്. നമ്മൾ ചെന്ന സമയത്തേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉച്ച കഴിഞ്ഞായതുകൊണ്ടാണെന്നാണ് കേട്ടോ തോന്നണത്. രാവിലെയൊക്കെ പക്ഷേ എങ്കിൽ നല്ല തിരക്കായിരിക്കും, വലിയവരും ഒക്കെ നമുക്ക് ഇറങ്ങണത് കാണാൻ സാധിക്കും. ഞാൻ ഇതിന് മുമ്പിട്ടൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, നല്ല തിരക്കാണ്. പിന്നെ മാത്രമല്ല, ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പുറത്തായിട്ട് ആളുകൾ ഇന്നിങ്ങനെ ബാർബിക്യൂ ഒക്കെ ചെയ്യണതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങി. ഇപ്പോൾ പോരാത്തതിന് സമ്മറിലേക്ക് കടന്നല്ല, അപ്പോൾ അത് കാരണം ഭയങ്കര ആളുകളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, പാത്തു എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. പാത്തുവിൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായി. I'm gonna take a toy. Ready? Ready? Oh, wow. പിള്ളേർക്ക് പിന്നെ ഈ പൂളിലൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്.
എന്താ കളി, അതിൻ്റെ ഉള്ളിൽ കിടന്ന് രണ്ടെണ്ണവും. പാത്തുവിന് പിന്നെ കുറേ ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് കളിക്കണ്ടായി. ഇന്നെന്തായാലും കാലാവസ്ഥ അടിപൊളിയായിരുന്നേ. ഞാൻ ആദ്യം വിചാരിച്ച് ചിലപ്പോൾ മഴയൊക്കെ പെയ്യുമെന്ന്. കാരണം ചെറിയൊരു മങ്ങലിച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആകെ ഒരു മൂടിയ പോലെ ആയതുകൊണ്ടേ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇതേ പാത്തുവിൻ്റെ ഒരു ഫ്രണ്ട് ഇതേ ഇതുമാതിരത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഒരു മത്സ്യകന്യകയുടെ പോലെ. അതിന് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ഒരു മത്സ്യത്തിനെ പോലെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 1 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ സമയം പോണതേ അറിയില്ല. അതുകൊണ്ടാണ് പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒന്ന് ഇറങ്ങിയൊക്കെയാണ്. കുറച്ച് പർച്ചേസിങ് ഉണ്ട്, ഡിന്നർ കഴിക്കണം. പാത്തു ഇപ്പോൾ പൂളിലൊക്കെ പോയി വന്ന് ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. കുറച്ച് നേരം ഒന്നും അവിടേക്ക് ഇരുന്ന് വൈകുന്നേരമായപ്പോൾ ഇറങ്ങിയതാണ്. നമ്മളൊരു 7:30 ആവാറായപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കുറച്ച് മീറ്റൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കണത്. അപ്പോൾ ഇവിടെ സൺഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് വന്ന് സാവധാനം എടുത്തിട്ട് പോകാമല്ലോ. അങ്ങനെ നമ്മൾ വന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ മീറ്റും ഉണ്ട്. ഇവിടെ മട്ടനും ബീഫും ചിക്കനും ഒക്കെ കിട്ടും. പിന്നെ ഇതൊരു സൂപ്പർ മാർക്കറ്റും കൂടി കൂടിയിട്ടാണ്. ഒരു പലസ്തീൻ ഷോപ്പാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ ഷോപ്പ് നിങ്ങളെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ ഉപ്പിലിട്ട ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇതൊക്കെ ഫുൾ ഒലിവ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഇങ്ങനെ ഉപ്പിലിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കി ഇങ്ങനെ വെച്ചേക്കണത്. നല്ല രസമുണ്ട് കേട്ടോ അതിങ്ങനെ കാണാനായിട്ട്. പക്ഷേ എങ്കിൽ ഉപ്പ് മാത്രമാണോ അഥവാ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർന്നിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇതിൻ്റെ ഫ്ലേവറുകളൊക്കെ ചിലപ്പോൾ വല്ല വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കോളിഫ്ലവർ അറുതിയ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വെജിറ്റബിളും ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതിയാവും കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഉപ്പിലിട്ട്? അതേമാതിരിയാണ് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. ചിലതൊക്കെ ഇങ്ങനെ കളർ വ്യത്യാസത്തിലൊക്കെ കാണുന്നുണ്ട്. കണ്ടില്ലേ, റെഡ് ഒക്കെ പോലെ. അതിലൊക്കെ ഇനി വേറെ എന്തെങ്കിലും കളറൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഒരു റാക്ക് ഇങ്ങനെ മൊത്തത്തിലാണ് ഇങ്ങനെ പല ടൈപ്പ് കുപ്പികൾ. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ എൻ്റെ വാതൊക്കെ തന്നെ റോസാപ്പൂക്കൾ നിൽക്കണേ. എത്ര രസത്തോട് കാണാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എന്തോരോണം നോക്ക്. അയ്യോ, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ റോസാപ്പൂക്കൾ കാണിച്ചില്ലേ? നമ്മൾ സവാനയിൽ പോണ വഴിക്കൊരു റെസ്റ്റ് ഏരിയയിൽ കയറിയപ്പോഴത്തേനും ഇതേ സെയിം കളർ തന്നെ അല്ലേ? അതേപോലെ തന്നെ കേട്ടോ ഇവിടെ നിൽക്കണത്. എന്തോരോണം നോക്ക്, കട്ട കുത്തി ഇങ്ങനെ നിരന്ന് ഇങ്ങനെ നിൽക്കണേണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അപ്പോൾ ഒന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഈ കളറ് എന്തൊരു ഡാർക്ക് കളറാണെന്ന് പറഞ്ഞാൽ എത്ര വീഡിയോ എടുത്തിട്ട് കണ്ടിട്ടും മതിയാവണേ ഉണ്ടായിരുന്നില്ല. നല്ല രസം. എന്തോരം പൂക്കളാണല്ലോ. ഇത്രയും പൂക്കളൊക്കെ ഇത് എങ്ങനെ ഉണ്ടാവണമെന്ന് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അതിശയം തോന്നും. ഇങ്ങനെ ഒരു കൊലയിൽ തന്നെ ഇത് കണ്ട എത്ര പൂക്കളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ മുട്ടുകൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തായിരുന്നു. പാത്തുവിനൊക്കെ ഇത് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യായിരുന്നു. ഇത് എല്ലാവർക്കും കാണുമ്പോൾ കൊതി തോന്നും കേട്ടോ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും 8:30 ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ പ്രിൻസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത്. നമ്മൾ ഇതിനു മുമ്പും അവിടെയൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടംമാതിരി റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ പ്രിൻസ്റ്റൺ എന്ന് പറയണത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ചെന്നപ്പോഴത്തേനും ഏകദേശം റെസ്റ്റോറൻറ്റുകളൊക്കെ ഇങ്ങനെ ക്ലോസ്ഡ് ആവാറായിട്ടുണ്ട്. 8:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. 9 മണിയാകുമ്പോഴത്തേനും മിക്ക റെസ്റ്റോറൻറ്റുകളും ഇവിടെ ക്ലോസ് ചെയ്യും. അതാണ് ഇവിടത്തേക്ക് ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടിയൊക്കെ അങ്ങനെ പാർക്ക് ചെയ്തു. ഭയങ്കര തിരക്കുള്ളൊരു ഏരിയ ആണ്. റെസ്റ്റോറൻറ്റുകളൊക്കെ ഇങ്ങനെ ക്ലോസ്ഡ് ആണെങ്കിലും ഇങ്ങനെ ഫുള്ള് അടിപൊളി വൈബാണ്. കൂടുതൽ ഈ പിള്ളേരൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഞങ്ങളവിടെ ഇറങ്ങിയ സ്ഥലത്ത് കണ്ടതാണ് ഇങ്ങനെ ചെമ്പരത്തി പൂവ്, യെല്ലോ കളറിലായിട്ടുള്ള പൂവ്. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നോക്കിയാലും ഇങ്ങനെ പൂക്കൾ കാണാൻ സാധിക്കും. നല്ല ഭംഗിയുണ്ട് ഈ അമേരിക്കയിലെ പൂക്കളുകൾ കാണാനായിട്ട്. അതിങ്ങനെ കട്ട കുത്തിയാണെന്നേ ഉണ്ടാവണത്. എന്ത് വളമാണോ ഇവരൊക്കെ ചെയ്യണത്. അത് ഈ ഒരു സീസണിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് പോകും. നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പോൾ ഏത് ഷോപ്പിൽ ചെന്നാലും ഇതൊക്കെയാണല്ലോ പൂക്കളും ചെടികളൊക്കെ വിൽക്കാൻ വെച്ചേക്കണം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ അവിടെ നിന്ന് നേരെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഭയങ്കര തിരക്കുള്ളൊരു അടിപൊളി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഒന്ന് അവിടെ കയറാം എന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ എങ്കിൽ അവിടെ എന്താ പറയുക ക്ലോസ്ഡൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ.
നമ്മളങ്ങനെ ദേ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് അടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഡിഷേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ട് വേണ്ട. നമുക്കങ്ങനെ കഷ്ടിച്ച് 2 ഡിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഷവർമയും പിന്നെ ഒരു ഷവർമയുടെ ഒരു പ്ലേറ്റും. ഷവർമയുടെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് റൈസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ 2 ഫുഡും. നമ്മൾ 3ാമത് ഡിഷ് ചോദിക്കാൻ ചെന്നിട്ട് അവർ തന്നേ ഉണ്ടായിരുന്നില്ല. അവർ ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ആ ഒരു എന്താ പറയുക 9 മണിയെന്നുണ്ട് ഒരു സമയം ഉണ്ടെങ്കിൽ ഭൂമി കുലുങ്ങിയാലും ശരി അവർ റെസ്റ്റോറൻറ്റുകളൊക്കെ ക്ലോസ് ചെയ്യും. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പലസ്തീൻ റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെ വന്നപ്പോഴും ആ റെസ്റ്റോറൻറ്റും ക്ലോസ്ഡ് ആയിരുന്നു. എത്ര തിരക്ക് വന്നാലും ശരി അവർ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരത് ഓപ്പൺ ചെയ്യൂല, അവരത് ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു വേറൊരു സ്ട്രീറ്റിലേക്കാണ് വന്നേക്കണത്. മദ്രാസ് ദോശ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ ദോശ മാത്രമേ ഉണ്ടാവുള്ളൂ മെയിനായിട്ട്. പിന്നെ ചാട്ടുകളുണ്ട്, പാനിപൂരി അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മൾ ദോശ ഓർഡർ ചെയ്തു. ചിക്കൻ ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 എണ്ണം നമ്മൾ ചിക്കൻ ദോശയും പിന്നെ അതുപോലെ തന്നെ ഒരു മസാല ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചട്നി പിന്നെ അതുപോലെ തന്നെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ ഒരു കീമ പോലത്തെ ഇങ്ങനെ മീറ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചട്നിയും അടിപൊളിയായിരുന്നു. സാമ്പാർ കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മസാല ദോശയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയാണ് ഇന്നത്തെ ഡിന്നറായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഷവർമയും കുറച്ച് കഴിച്ചിട്ടോ. നമ്മളങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഇതേ കണ്ടില്ലേ, വീണ്ടും ഇങ്ങനെ കുറേ പൂക്കളും ചെടികളും ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഒരു ചട്ടിയിൽ ഇങ്ങനെ ആക്കിയിട്ടേ ആ ഒരു പോസ്റ്റിൻ്റെ മീതെ ഇങ്ങനെ വച്ചേക്കണേ. നല്ല ഭംഗിയുണ്ടല്ലോ അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണ കാണാനായിട്ട്. അപ്പോൾ നമ്മളിനി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.